ഹായ്. നമ്മുടെ ജാനുവരി മാസത്തിൽ 2026 ജാനുവരി മാസത്തിലെ ഫസ്റ്റ് റീഡാണ് ഈ കാണുന്ന ഈ ഒരു ബുക്ക്. ഈ ബുക്കിൻ്റെ പേര് വന്നിട്ട് ദി മാജിക് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓതർ ഓസ്ട്രേലിയൻ ഓതറാണ്. ഓതറിൻ്റെ പേര് റോണ്ട ബേൺ എന്നാണ്. പുള്ളിക്കാരത്തേക്ക് ഒരുപാട് ബുക്സ് ഉണ്ട്. ദി സീക്രട്ട്, ദി മാജിക്, ദി പവർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൽ നിങ്ങൾ രണ്ട് പേര് കാണും, ദി സീക്രട്ട് എന്ന് കാണും, ദി മാജിക് എന്ന് കാണും. നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട, ഇത് പബ്ലിഷേഴ്സ് ഒരു കോംബോ പോലെ ചെയ്യുന്നതാണ്. ആക്ച്വലി ഈ ബുക്കിൻ്റെ പേര് ദി മാജിക് എന്നാണ്. ഞാൻ പുള്ളിക്കാരത്തിയുടെ ഈ ഒരു ബുക്ക് മാത്രമേ വായിച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം വായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ബുക്ക് എൻ്റെ ഫസ്റ്റ് റീഡൊന്നുമല്ല, കാരണം ഞാനിത് സെക്കൻഡ് ടൈമാണ് ഈ ഒരു ബുക്ക് ഫുൾ വായിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ കാണുന്നതും അതുപോലെ തന്നെ പരിചയപ്പെടുന്നതും വായിക്കുന്നതും എല്ലാം എൻ്റെ കസിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് കോവിഡ് ടൈമിലാണ്. അപ്പോൾ കോവിഡ് ടൈമിൽ കസിൻ എനിക്ക് കൊണ്ടുവന്ന ബുക്കാണ് ഈ കാണുന്ന ഒരു ബുക്ക്. അപ്പോൾ അന്ന് ഞാൻ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ ഐ വാസ് വെരി ഹാപ്പി. പക്ഷേ ആ ബുക്ക് തിരിച്ചു കൊടുക്കണമായിരുന്നു. അപ്പോൾ അന്ന് അത് തിരിച്ചു കൊടുത്തപ്പോൾ എനിക്ക് എന്തോ ഇച്ചിരി വിഷമമായി. കാരണം ഈ ഒരു ബുക്ക് എൻ്റെ കയ്യിൽ വെക്കാൻ എനിക്ക് അത്രയും ഇഷ്ടമായിരുന്നു ഇത് വായിച്ച് കഴിഞ്ഞതിന് ശേഷം. അപ്പം അന്ന് കോവിഡ് ടൈം ആയതുകൊണ്ട് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഷോപ്പ് എത്രത്തോളം ഓപ്പൺ ആണ്, അപ്പം അതിനെ പറ്റിയിട്ടൊന്നും എനിക്ക് വലിയ കാര്യത്തിൽ ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഈ ബുക്ക് എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ ഫേവറേറ്റ് ബുക്ക് ലിസ്റ്റിലെ 1ാം സ്ഥാനക്കാരനാണിത്, ഈ കാണുന്ന ഈ ഒരു ബുക്ക്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഇയാൾ എൻ്റെ ഒരു ഫേവറേറ്റ് ബുക്ക് ലിസ്റ്റിൽ 1ാം സ്ഥാനക്കാരനായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് അല്ലേ. നമുക്ക് ഒരു ലൈഫ് ലോങ് ഫുൾ പ്ലസൻ്റ് ആയിട്ട് മൈൻഡെല്ലാം ഓക്കെ ആയിട്ട് നമുക്കിരിക്കാൻ എന്തായാലും പറ്റില്ല. അതിനിടയിലൊക്കെ വെച്ചിട്ട് നമുക്ക് എന്തായാലും ഒരു ബ്രേക്ക് ഡൗൺ, അല്ലെങ്കിൽ നമുക്ക് മെൻ്റലി നമ്മൾ ബ്രേക്ക് ഡൗൺ ആവുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒരു കാര്യമാണ് ഈ കാണുന്ന ബുക്ക് ഒന്നും കൂടെ ഒന്ന് റീഡ് ചെയ്യുക എന്നുള്ളത്. ഈ ബുക്കിൽ നമുക്ക് ഈ ബുക്കിനെ വീണ്ടും വായിക്കണമെന്നില്ല, മറിച്ച് ഈ ബുക്കിൽ ഒറ്റ ചാപ്റ്റർ നമുക്ക് വായിച്ചാൽ മതി. ചാപ്റ്റർ വേണ്ടടാ, ഒരു പേജ് വായിച്ചാൽ മതി. നമ്മൾ ഇങ്ങനെ പോയി ഡബിൾ എനർജിയിൽ നമ്മൾ ഭയങ്കര പോസിറ്റീവായിട്ട് ഫീൽ ഗുഡ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ നമ്മൾ കം ബാക്ക് ചെയ്ത് വരും എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഈ ബുക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി നമുക്കറിയാം 2026 എനിക്ക് ബുക്കൊക്കെ ഒരുപാട് വായിക്കണം. പക്ഷേ അത് എനിക്ക് ഒന്ന് ട്രാക്ക് പിടിച്ച് കിട്ടിയാൽ മതി, ഞാൻ സെറ്റാവും. ഇച്ചിരി മടിയൊക്കെ ഉള്ളൂ എനിക്ക്, ഒന്ന് ട്രാക്കിലായി ഞാൻ ഓക്കെയാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ബുക്കാണ് ഈ കാണുന്ന ഈ ഒരു ബുക്ക്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവൾ എന്ത് തേങ്ങയായി പറയണേ, ഇത്രയും കട്ടിയിൽ ഈ ഒരു ബുക്കാണോ ഫസ്റ്റ് ബിഗിനേഴ്സിന് കൊടുക്കണേ എന്നുള്ളത്. കാരണം ഇതിൽ 254 പേജസ് ഉണ്ട്. ബട്ട് അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നമുക്കറിയാം സാധാരണ നമ്മളൊരു ബുക്ക് എടുക്കുന്ന സമയത്ത് ആ ബുക്കിൽ ചാപ്റ്റേഴ്സ് എഴുതിയിട്ടുള്ളൊരു പേജ് ഉണ്ടായിരിക്കും ഫസ്റ്റിൽ തന്നെ. അപ്പോൾ അതിൽ നമ്മളെങ്ങനെ കാണുക, ചാപ്റ്റർ 1, ചാപ്റ്റർ 2, അല്ലെങ്കിൽ ആ ചാപ്റ്ററിൻ്റെ പേരുകളായിരിക്കും കാണുക. പക്ഷെ ഈ ഒരു ബുക്കിൻ്റെ ഓതർ ഈ ബുക്ക് നമ്മളെ കൊണ്ട് വായിപ്പിക്കാൻ പ്രേരിപ്പിക്കും വിധം ഇതിലൊരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ഇതിൽ കോണ്ടൻസ് എഴുതിയ, അതായത് ചാപ്റ്റേഴ്സ് എഴുതിയൊരു ഭാഗത്ത് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് കണ്ടോ, ഡേ 1 നമുക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അതായത് ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4, അതായത് ഓരോ ദിവസം ഓരോ ചാപ്റ്റർ വായിക്കാം. അപ്പോൾ ഡേ 28 ആകുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു 28 ചാപ്റ്ററുള്ള ഈ ഒരു ബുക്ക് നമ്മൾ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് എന്നെ അട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഡേ 1 ഇങ്ങനെ ഒരു ചാപ്റ്റർ വായിക്കാം, ഡേ 2 ഇങ്ങനെ വായിക്കാം. അപ്പോൾ അത് ഭയങ്കരമായിട്ട് എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബുക്കിൽ കൊടുത്തിരിക്കുന്ന ലാംഗ്വേജ്, ഇത് ഡസൺ ഓഫ് ലാംഗ്വേജിൽ ഈ ഒരു ബുക്ക് ഉണ്ട്. കാരണം ഇതൊരു ഇൻ്റർനാഷണൽ ബെസ്റ്റ് സെല്ലർ ബുക്കാണ്. ഇതിൽ കൊടുത്തിരിക്കുന്ന ഇംഗ്ലീഷ് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അത്രയും സിമ്പിൾ ലാംഗ്വേജിൽ കൊടുത്തിട്ടുള്ള ഒരു ബുക്കാണിത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു ബുക്ക് വാങ്ങിക്കാം, നിങ്ങൾക്കത് വായിച്ച് തുടങ്ങാം എന്നുള്ളതാണ്. ഇനി ഈ ഒരു ബുക്കിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം സാധാരണ നമ്മൾ എല്ലാ ബുക്കും ചാപ്റ്റേഴ്സ് ജസ്റ്റ് ഇങ്ങനെ അത് വായിച്ചു പോവുള്ളൂ അല്ലേ. നമ്മൾ ഒരിക്കലും അത് പിന്നീട് ഒരു എടുത്ത് വായിക്കുമോ, അങ്ങനെ വായിക്കുന്ന പുസ്തകങ്ങൾ ഉണ്ടാവില്ല എന്നല്ല, എന്നാലും ഭയങ്കരമായിട്ട് റയർ ആയിരിക്കും അല്ലേ.
പക്ഷേ ഈ പുസ്തകം നമ്മൾ വീണ്ടും വീണ്ടും എടുത്ത് വായിക്കും. അതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു ഗുണം. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതൊരു കഥാപുസ്തകമോ നോവൽ ആ ടൈപ്പ് ഓഫ് കാറ്റഗറിയിലുള്ള പുസ്തകമേ അല്ല. ഇതൊരു പോസിറ്റീവ് തോട്ട്സ് അടങ്ങിയിട്ടുള്ള, പ്രത്യേകിച്ച് ദി മാജിക് എന്ന് പറയുന്ന പുസ്തകം ഗ്രാറ്റിറ്റ്യൂഡിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ്. ആൻഡ് ഈ ഒരു പുസ്തകത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും സാധാരണ ഒരു ബുക്കാണെന്നുണ്ടെങ്കിൽ ചാപ്റ്റർ 1 കഴിഞ്ഞ് എന്തായിരിക്കും, ചാപ്റ്റർ 2 ആയിരിക്കും. പക്ഷെ ഇതിൽ കാണുന്നൊരു പ്രത്യേകത എന്താണെന്നറിയോ? ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചാപ്റ്റർ 1 കഴിഞ്ഞാൽ അതിൽ നമുക്ക് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. പ്രാക്ടീസ് സെക്ഷൻ, അതായത് എക്സസൈസോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു വർക്കൗട്ടുകളോ അങ്ങനെയൊക്കെ. അങ്ങനെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ഉണ്ടാവും കേട്ടോ. ഡേ 2 കഴിയുമ്പോൾ ഉണ്ടാവും, ഡേ 3 കഴിയുമ്പോൾ ഉണ്ടാവും. അതായത് ഓരോ ചാപ്റ്റർ വായിച്ച് കഴിയുമ്പോഴും നമുക്ക് ഈ പറയുന്ന ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. അതിനുശേഷം അടുത്ത ചാപ്റ്റർ വായിക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അതായത് ഈ ബുക്കിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ കണ്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്, ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ വന്നിട്ട്. ഓക്കെ, ഈ ചാപ്റ്റർ ഒരു 3 പേജേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. ഈ ചാപ്റ്റർ കഴിയുമ്പോൾ ഇതിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതൊരു 5 കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ചാപ്റ്ററായ ഈ ഒരു ചാപ്റ്റർ നമ്മൾ വായിക്കാം. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള 2-3 കാര്യങ്ങൾ ഞാൻ വായിക്കാം. ഞാൻ വീഡിയോ ലാഗ് ആക്കുന്നില്ല. അതായത് ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഞാൻ വായിച്ചുതരാം. ഫസ്റ്റ് തിങ് ഇൻ ദി മോർണിംഗ് മേക്ക് എ ലിസ്റ്റ് ഓഫ് 10 ബ്ലെസ്സിങ്സ് ഇൻ യുവർ ലൈഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഫോർ. ഇതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ചാപ്റ്റർ വായിച്ചു കഴിയുമ്പോൾ. രണ്ടാമത്തെ കാര്യം ചെയ്യേണ്ടത് വൈ യു ആർ ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ബ്ലെസ്സിങ്. അത് എന്തുകൊണ്ടാണ് നമ്മൾ ഓരോ ബ്ലെസ്സിങ്സിനും എന്തുകൊണ്ടാണ് ഇത്രയും ഗ്രേറ്റ്ഫുൾ ആവുന്നത്, അതിന് കാരണം എഴുതാം. അപ്പോൾ അങ്ങനെ കണ്ടോ, അങ്ങനെ 1, 2, 3, 4, 5. അല്ല, 5ാമത്തെ കാര്യം നോക്കി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. റീഡ് ടുമാറോസ് മാജിക്കൽ പ്രാക്ടീസ് ടുഡേ. അതായത് അടുത്തൊരു ചാപ്റ്ററിൽ ഇതുപോലെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്, അത് വായിക്കുക എന്നുള്ളതാണ് 5ാമത്തെ കാര്യം. അപ്പോൾ അങ്ങനെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ഇതിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഈ ബുക്കിൻ്റെ. ഇത് ഇങ്ങനൊരു സെക്ഷൻ വേറെ ഏതെങ്കിലും ഒരു ബുക്കിൽ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വായിച്ച ഒരു ബുക്കിലും ഇതുവരെ ഇല്ല. അപ്പോൾ അതാണ് എന്നെ രണ്ടാമത് ഈ ബുക്കിനോട് ഇത്രയും അട്രാക്ഷൻ തോന്നാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 2026 ഈ ഒരു ബുക്ക് വായിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും അടിപൊളിയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത്രയും പോസിറ്റീവ്, നമ്മൾ ഡൗണൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഭയങ്കര ഫീൽ ഗുഡ് അല്ലെങ്കിൽ കംബാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണ് ഈ ഒരു ബുക്ക്. അപ്പോൾ എല്ലാവരും ഈ ഒരു ബുക്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. വൺസ് നിങ്ങളിത് വാങ്ങിച്ച് കഴിഞ്ഞ് ഇത് ഫുൾ ഇതുപോലെ നിങ്ങൾ വായിച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എനിക്ക് 100% ഉറപ്പാണ് ഈ ബുക്കായിരിക്കും നിങ്ങളുടെ ഫേവറേറ്റ് ബുക്ക് ലിസ്റ്റിലെ 1ാം സ്ഥാനക്കാരൻ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും 2026 ഈ ഒരു ബുക്ക് എന്നല്ല ഒരുപാട് ബുക്കുകൾ കാണാനും പരിചയപ്പെടാനും അതുപോലെ അത് വായിച്ച് കംപ്ലീറ്റ് ആക്കാനൊക്കെ എല്ലാവർക്കും പറ്റട്ടെ. ഈ പറയുന്ന എനിക്കും അത് പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പറയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.